അത് എൻ്റെ അഭിപ്രായത്തിൽ ഫഹദ് ഫാസിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നായകനാണെങ്കിൽ പോലും അല്ലു അർജുൻ, പക്ഷേ ഫഹദിൻ്റെ ഓരോ ആ ചലനങ്ങളും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫഹദ് ഫാസിൽ നല്ലൊരു നടനാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ മലയാളികൾക്കൊട്ടും ഡൗട്ടില്ല. തീർച്ചയായിട്ടും ഈ പടത്തിൽ ഫഹദ് ഫാസിൽ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ ചെയ്തത്. അതായത് 4 മണിക്ക് വനിതാ തിയേറ്ററിൽ 4 മണിക്ക് ഈ 4 തിയേറ്ററും ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ആ നടൻ്റെ ആ ഒരു പവർ ഒന്നും മനസ്സിലാക്കേണ്ട തന്നെയാണ്. ബിക്കോസ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ഒരാഴ്ചയായി, ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് ഒരാഴ്ചയായി. ഈ ഒരാഴ്ച കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ആ ഒരു നടൻ്റെ ആ ഒരു പ്രസൻസ് ആ തിയേറ്ററിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇത് ഒരു പവർ പാക്ക് എന്ന് തന്നെ പറയാം. ഔട്ട്സ്റ്റാൻഡിങ് മൂവി എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് മൂവി. ഇതിൽ ഫഹദിൻ്റെ ഒക്കെ ഫസ്റ്റ് ആ ഒരു ഇൻട്രോ ഉണ്ട്. ഫഹദിൻ്റെ ആ ഒരു ഇൻട്രോ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഒരു രക്ഷയില്ല. പടം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പവർ പാക്കാണ്. 50-50 രണ്ടുപേരും കട്ടിക്കട്ടൊക്കെയായിരുന്നു. ആരായിരുന്നു സ്കോർ ചെയ്തത്? ഫഹദാണോ? അതിന് ഭയങ്കര ആർപ്പുവിളിയും ഒക്കെ ആയിരുന്നു. അല്ല, രണ്ടുപേരും അസലായിട്ടുണ്ട്. നബീദപ്പഴേ കണ്ടതാണ്, പക്ഷെ ഒരുമിച്ച് കാണുമ്പോൾ കുറെ കൂടെ ഭയങ്കര സന്തോഷമുണ്ട്. പാട്ടുകളും ഒക്കെ, പിന്നെ ഓരോ സീനിനും ആൾക്കാർ ഭയങ്കര ഫുൾ ഫാൻസാണ് കേട്ടിനകത്ത്. ഭയങ്കര ആർപ്പുവിളിയും ഒക്കെ. ഫസ്റ്റ് പാർട്ടിൽ പോലും നാഷണൽ കിട്ടിയത് അല്പം കോൺട്രവേഴ്സിയാണ്. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഒട്ടുമില്ല. കാരണം ആ ക്യാരക്ടറിൻ്റെ ലെവലേ മാറിപ്പോയി. ഒരു KGF സ്റ്റൈൽ മേക്കിംഗ് ആണ് ഇതിൽ അവർ ശ്രമിച്ചിരിക്കുന്നത്. നാഷണൽ അവാർഡ് പോയിട്ട് സ്റ്റേറ്റ് അവാർഡ് പോലും ഇതിലില്ല. പടം തന്നെ ബിലോ ആവറേജ് ആണ്. ഫഹദ് രണ്ടും ഏകദേശം ഓക്കെയാണ്, പക്ഷേ ഫഹദ് ഒന്നുകൂടെ മെച്ചപ്പെട്ട അഭിനയം. ഭയങ്കര സൈക്കോ പരിപാടിയാണ്. കോമഡി ഉണ്ട്, പിന്നെ പേടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല നന്നായിട്ടുണ്ട്. അതിനേക്കാൾ ഒന്നും കൂടെ മേലേക്കാണ്. ഒരു രക്ഷയില്ല. ഫഹദിൻ്റെ അഭിനയം അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. പടം സൂപ്പറാണ്. ഫഹദിനെ പോലെ ഒരു ആക്ടറിനെ കൈ കിട്ടിയിട്ട് ഇതിൽ വേസ്റ്റ് ചെയ്താണ്. ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു ഫഹദിനകത്ത്. വാച്ച് ചെയ്യേണ്ടത് പെർഫോമൻസ്. ഫഹദ് കയറി ഇൻട്രോൾസിനൊക്കെ ഫഹദ് കയ്യിലെടുക്കുക, തിയേറ്റർ മുഴുവൻ കയ്യിലെടുക്കുകയാണ്. ഒന്നിനൊന്ന് മെച്ച. എല്ലാവരും കട്ടക്കായിരുന്നു, ആർക്കും കുറവോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ക്ലൈമാക്സ് ആ സമയത്ത് ഒരു ഫൈറ്റ് ഉണ്ട്. എൻ്റെ പൊന്നോ, ഉഗ്ര ഫൈറ്റ്. അത് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഡയറക്ഷനൊക്കെ പക്കയാണ്. കുറേ നേരത്തെ കിട്ടും ഫഹദ് ഫാസിലിൻ്റെ റോള്. നമ്മൾക്കും ചെറിയ റോളാണെന്ന് പറ്റില്ല. ഫഹദ് ഫാസിൽ പൊളിച്ചിട്ടുണ്ട്, അല്ലോചനും പൊളിച്ചിട്ടുണ്ട്, നമുക്ക് പറയാനില്ല. ഫഹദ് ഫാസിൽ തകർത്തല്ലോ, അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ കാണിച്ചിട്ടുണ്ട്, എല്ലാ പെർഫോമൻസും കാണിച്ചിട്ടുണ്ട്. വേറെ ലെവലാണ് ഫഹദ് ഫാസിലൊക്കെ. അല്ലു അർജുൻ്റെ താണ്ഡവാണ് പടത്തിൽ മൊത്തം. കിട്ടിലും ഫൈറ്റും പാട്ടും ഒക്കെ ആയിട്ട് എന്ത് രസമാണെന്നറിയാം. അടിപൊളി, വേറെ ലെവൽ പടം. സെന്റിമെന്റ്സും ഫാഫേന്റെ പെർഫോമൻസ് അടിപൊളിയാണ്. കിട്ടില്ല. അല്ലു അർജുൻ്റെ താണ്ഡവം വേറെ ലെവൽ. സുകുമാർ